കോൺഗ്രസിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നും ഇതാണ്, കടൽക്കിഴവന്മാർക്ക് അല്ലെ അധികാരം വിട്ടു. ഇവിടെ നമ്മൾ കണ്ടു, ഈ കേരളത്തിൽ പോലും കണ്ടു, യുവ നേതാക്കന്മാർ നമ്മൾ ഇതേ കണ്ടു. ഇന്നലെ നമ്മുടെ ഒരു ഈവൻ കേരളത്തിലെ ചെറിയൊരു ഇഷ്യൂ തന്നെ എടുക്കാം, ഒരു രാഹുലിന്റെ പാർട്ടി പുറത്താക്കി എന്ന് പറയുന്ന പ്രസ്താവന അവിടെ സൈലന്റ് ആണ്. പക്ഷെ പ്രവർത്തിക്കണവരല്ലെങ്കിൽ പ്രവർത്തിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നില്ല. അവിടെയും ആരോപണം ചെയ്ത് എങ്ങനെയൊക്കെ പാർട്ടിയിൽ നിന്ന് ഓടിച്ചു വിടാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ഈ കോൺഗ്രസിന്റെ DNA, കോൺഗ്രസിന്റെ DNA എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. അതാണ് വലിയൊരു പ്രശ്നം. അത് സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം കസേര തന്നെ വേണം, റിപ്പീറ്റഡ്ലി കിട്ടിക്കൊണ്ടിരിക്കണം. ഇല്ല എങ്കിൽ ഞാൻ ഏത് നിമിഷം നമുക്ക് ആലോചിച്ചൊക്കെ മറ്റേ ഒരു തിരുതാ തോമയൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ, അങ്ങനെ കിട്ടില്ല എന്ന് കാണുമ്പോഴാണ് അപ്പുറത്തേക്ക് ചാടിപ്പോണത്. ഇത് നമ്മുടെ വലിയൊരു തിരുതാ തോമ എന്ന് പറഞ്ഞു ചിരി വന്നല്ലേ, സത്യമല്ലേ അയാളല്ലേ. അപ്പോൾ അവസ്ഥ അങ്ങനെ വന്നിട്ട് ചാടിപ്പോവാം. ശിവകുമാർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിലെ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു നേതാവാണ്. കർണാടകയിൽ അത്രയും പവർഫുള്ളായിട്ട് ഇലക്ഷൻ സമയത്ത് കണ്ടു, പണിയെടുത്തിട്ട് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്നതാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കസേര കൊടുക്കേണ്ടിയിരുന്നതും അർഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.